കൃത്യമായി ശമ്പളം കൈപ്പറ്റിക്കൊണ്ടാണ് അവർ കടകൾ അടപ്പിച്ചതും ബാങ്ക് തല്ലിപ്പൊളിച്ചതും. ഡയസ് നോൺ ബാധകമാക്കാൻ സർക്കാർ തയ്യാറാവാത്തതോടെ പണിമുടക്ക് നടത്തിയവർക്ക് ശമ്പളമോ ലീവോ ഉറപ്പായി. ഓഫീസിൽ ചെന്ന് ഒപ്പുവെച്ച ശേഷം വാഹനങ്ങൾക്കു നേരെ കല്ലെറിഞ്ഞ ബിരുദന്മാരും ഏറെയാണ്. 48 മണിക്കൂർ പൊതുജനത്തെ ബന്ദിയാക്കിയ സർക്കാർ ഉദ്യോഗസ്ഥർ നാട്ടുകാരോട് ചെയ്ത ചതി ഇങ്ങനെയാണ്. പൊതുപണിമുടക്ക് ദിവസം സമരത്തിന്റെ മുന്നണിയിൽ സർക്കാർ ജീവനക്കാരായിരുന്നു. തീവണ്ടി തടയാനും വാഹനങ്ങൾ തടയാനും മുൻപിൽ നിന്നവരായിരുന്നു അവർ. സെക്രട്ടേറിയറ്റിന് സമീപത്തെ SBI ശാഖയും നന്നായി അടിച്ചു തകർത്തു. ഇതെല്ലാം അധികാരത്തിന്റെ ഹുങ്കിലായിരുന്നു. ഇടതുപക്ഷ സർക്കാർ ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെടുമെന്ന് കരുതി നടത്തിയ ഗുണ്ടായിസം. ഇതൊന്നും വെറുതെയാകില്ല. അക്രമം നടത്തിയവർക്കും ജോലിക്ക് പോകാത്തവർക്കും പൊതുപണിമുടക്ക് ദിവസം ശമ്പളം നൽകും. 48 മണിക്കൂർ പണിമുടക്ക് കാരണം വ്യാപാരികൾ അടക്കമുള്ളവർ നഷ്ടം സഹിക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് നല്ല കാലമാണ്. സമരത്തെ നേരിടാൻ സർക്കാർ പ്രഖ്യാപിക്കാറുള്ള ഡയസ് നോൺ ഇത്തവണ ഇല്ലാത്തതിനാൽ ശമ്പള നഷ്ടമില്ല. ചിലർ 2 ദിവസം ഹാജർ രേഖപ്പെടുത്തി ശമ്പളം കൈപ്പറ്റുകയും ചെയ്യും. ബാക്കിയുള്ളവർ അവധിയെടുക്കും. സർക്കാർ അനുകൂല പൊതു പണിമുടക്കുകൾക്ക് ഡയസ് നോൺ സാധാരണ ചുമത്താറില്ല. ഇതുതന്നെയാണ് ഇത്തവണയും സംഭവിച്ചത്. ജോലിക്ക് ഒപ്പിട്ട് പോയി വന്നവർക്കും ആനുകൂല്യമെല്ലാം ലഭിക്കും. 4860 ജീവനക്കാരുള്ള സെക്രട്ടേറിയറ്റിൽ പണിമുടക്കിന്റെ ആദ്യ നാൾ 111 പേരും രണ്ടാം ദിവസം 115 പേരും മാത്രമാണ് എത്തിയത്. കളക്ട്രേറ്റുകളിൽ 10% താഴെയായിരുന്നു ഹാജർ നില. ഡയസ് നോൺ ഉണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു എങ്കിൽ ഹാജർ ഇനിയും ഉയരുമായിരുന്നു. ഡയസ് നോൺ പ്രഖ്യാപിച്ചാൽ ജോലിക്ക് എത്താത്തവരിൽ നിന്ന് ആ ദിവസങ്ങളിലെ ശമ്പളം പിടിച്ചെടുക്കും. മാസങ്ങൾക്ക് ശേഷം ആ ദിവസങ്ങൾ അവധിയായി പരിഗണിച്ച് ഉത്തരവിറക്കുന്നതാണ് രണ്ടാമത്തെ രീതി. ശേഷിക്കുന്ന കാഷ്വൽ അവധിയിൽ ഇത് കുറവ് ചെയ്യും. കഴിഞ്ഞ 2 ദിവസത്തെയും ഹാജർ സമരക്കാർ പലരും വരും ദിവസങ്ങളിൽ ഒപ്പിടാനിടയുണ്ട്. അങ്ങനെയെങ്കിൽ അവധി നഷ്ടപ്പെടില്ല, ശമ്പളവും ലഭിക്കും. ഇതിനുള്ള സാഹചര്യമാണ് നേതാക്കൾക്ക് സർക്കാർ ഒരുക്കി നൽകുന്നത്. വനിതാ മതിലിൽ പങ്കെടുത്ത സർക്കാർ ജീവനക്കാരിൽ നല്ലൊരു പങ്കും രാവിലെ ഒപ്പിട്ട ശേഷം ഓഫീസ് വിടുകയായിരുന്നു. അഖിലേന്ത്യാ പണിമുടക്കിൽ പങ്കെടുക്കാതെ തുറന്ന SBI മെയിൻ ട്രഷറി ശാഖയിലെ മാനേജറുടെ ക്യാബിൻ സമരക്കാർ അടിച്ചു തകർത്തു. ബാങ്ക് സമുച്ചയത്തിന്റെ 10 മീറ്റർ മാത്രം അകലെ റോഡ് കയ്യേറി കെട്ടിയ സമരപ്പന്തലിൽ CPM CITU സംസ്ഥാന നേതാക്കൾ ഉള്ളപ്പോഴായിരുന്നു ഈ അഴിഞ്ഞാട്ടം. ക്യാബിനിലെ മേശ അടിച്ചു തകർത്തു. കമ്പ്യൂട്ടർ എടുത്ത് നിലത്തടിച്ചു. ഫോൺ വലിച്ചു പൊട്ടിച്ചും നിലത്തടിച്ചും അരിശം തീരാതെ മേശയിലെ ഗ്ലാസ് വീണ്ടും തകർത്തു. സുരക്ഷാ ജീവനക്കാർ ഓടിയെത്തിയാണ് മാനേജരെ രക്ഷിച്ചത്. രാവിലെ 10:15 CPM സർവീസ് സംഘടനയായ NGO യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗം S സുരേഷ് കുമാർ എന്നിവർക്കൊപ്പം എത്തിയ സംഘം അക്രമം നടത്തിയത്. ഇരു നേതാക്കളും ചരക്ക് സേവന നികുതി വകുപ്പിൽ ഇൻസ്പെക്ടർമാരാണ്. ആദ്യം 1-ാം നിലയിലെ സിറ്റി ശാഖ ഭീഷണിപ്പെടുത്തി അടപ്പിച്ചു. മെയിൻ ട്രഷറി ശാഖയിലേക്ക് കയറി ജീവനക്കാരെ അസഭ്യം പറഞ്ഞ ശേഷമാണ് മാനേജറുടെ ക്യാബിനിൽ കയറിയത്. ഇവർക്കും ഡയസ് നോൺ ഇല്ലാത്തത് കാരണം ശമ്പളം ലഭിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴിയടച്ച് സമരപ്പന്തൽ കെട്ടിയതിന് സംയുക്ത സമരസമിതി നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. അനുമതിയില്ലാതെ മൈക്ക് ഉപയോഗിച്ചതായും കണ്ടെത്തി. നിയമസഭയിലെത്തിയ ജീവനക്കാരെയും സമരാനുകൂലികൾ തടഞ്ഞു. സംഭവത്തിൽ ജീവനക്കാർ നിയമസഭാ സെക്രട്ടറിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. അക്രമങ്ങൾ ഉണ്ടാവുകയില്ല എന്നും കടകൾ അടപ്പിക്കില്ല എന്നും വാഹനങ്ങൾ തടയില്ല എന്നും വാഗ്ദാനം ചെയ്തതെല്ലാം പാഴ്വാക്കാവുന്ന ദൃശ്യങ്ങളാണ് കേരളത്തിലുടനീളം 2 ദിവസം കണ്ടത്.